ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിന്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ദേവുവിനെ കല്യാണം ആലോചിക്കുന്നതിന് വേണ്ടി അരുണിന്റെ അമ്മ വീട്ടിലേക്ക് വന്ന കാര്യം പറയാത്തത് കൊണ്ട് തന്നെ ആ ഒരു ദേഷ്യത്തിലാണ് സച്ചി ഉള്ളത്. പിന്നീട് രേവതിയായിട്ട് തന്നെ പറയുന്നുണ്ട്, ഞാനിങ്ങനെ വരുന്ന വഴിക്ക് അരുണെ കണ്ടിരുന്നു, അരുൺ ഇതേ ഒരു ആഗ്രഹത്തോട് തന്നെ സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ എന്തിനു വേണ്ടി നിന്നെ വന്ന് കാണും, എന്തായാലും എൻ്റെ ഒരു സമ്മതത്തോട് തന്നെ ഈ ഒരു കല്യാണം നടക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി തന്നെ സച്ചി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. രേവതിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ചന്ദ്രയാണ്. തൻ്റെ പിറന്നാളാണ് നാളെ എന്ന് ആർക്കും തന്നെ ഓർമ്മയില്ല എന്നൊരു സങ്കടമാണ് നമ്മുടെ ചന്ദ്രയ്ക്കുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിന് ഒരു സൂചന കൊടുക്കുന്നതിന് വേണ്ടി തന്നെ ചന്ദ്ര രവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ ഒരു സമയത്ത് അവിടെ ശ്രുതി ഉണ്ടാവും കേട്ടോ. അപ്പൊ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് ശ്രുതി വേഗം പറയുന്നുണ്ട്, ആ അമ്മ എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ചന്ദ്രയുടെ ആകാംക്ഷയോട് കൂടി നിൽക്കുന്ന സമയത്ത് നാളെയാണ് ശ്രുതി ആദ്യമായിട്ട് ഷോറൂം ഓപ്പൺ ചെയ്ത ദിവസം എന്ന് പറയുമ്പോൾ ചന്ദ്ര ദേഷ്യത്തോട് കൂടി തന്നെ ശ്രുതിയുടെ തോളത്തേക്ക് തട്ടിയതിന് ശേഷം ഒന്ന് പോയാൽ അവിടെ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് രവിയെ നോക്കുന്നുണ്ട്. രവിയാണെങ്കിൽ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ചന്ദ്ര പറയുന്നുണ്ട്, ഓരോ ഡേറ്റും നമ്മൾ കൃത്യമായി തന്നെ ഓർമ്മിച്ചിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രത്യേകപ്പെട്ട നിമിഷങ്ങളെല്ലാം തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് അമ്മ പറഞ്ഞ കറക്റ്റാണ്, നമ്മൾ കറക്റ്റായിട്ട് EMI അടയ്ക്കണം, അതല്ല എന്നാണ് കടക്കാരൻ നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മൾ നാണം കെടുത്തുന്ന രീതിക്ക് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ, അതായത് നമ്മുടെ ചന്ദ്രയുടെ കാര്യമേ ശ്രുതി അവിടെ പറയുന്നില്ല, മറ്റു പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. രവിയാണെങ്കിൽ ശ്രുതിനെ സപ്പോർട്ട് ചെയ്തതിനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര സങ്കടത്തോട് തന്നെ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും രവിക്ക് മനസ്സിലാവുന്നുണ്ട് ചന്ദ്രയുടെ പിറന്നാളാണെന്നുള്ള കാര്യം. എന്നിരുന്നാലും ചന്ദ്രയുടെ മുന്നിലായിട്ട് അത് പ്രകടിപ്പിക്കുന്നില്ലേ. പിന്നീട് കാണിക്കുന്ന വർഷയാണ്. വർഷ തനിയെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീകാന്ത് വേഗം തന്നെ സച്ചിനെ രേവതിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം വർഷ തനിയെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് നല്ലതല്ലേടാ, കുഞ്ഞിന് നല്ലത് തന്നെയാണ് ജ്യൂസ് എന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. ഇതൊന്നും അല്ല രേവതി ചേച്ചി കാര്യം, ചിലപ്പോൾ ഇനി അവളെങ്ങാനും ആ ഒരു ജ്യൂസിനകത്ത് കുഞ്ഞിനെ അബോഷനാക്കാൾ എന്തെങ്കിലും മരുന്നെങ്കിലും കളത്തിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു പേടിയുണ്ട്, അവൾക്ക് ഒന്നാമത് ഇതിനകത്തൊരു താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചിക്ക് രേവതിക്കും അത് ശരിയാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ സച്ചി രേവതി നേരെ അടുക്കളയിലേക്ക് ചെന്നതിന് ശേഷം രേവതി വേഗം തന്നെ വർഷമായിട്ട് പറയുന്നുണ്ട്, പക്ഷേ നീ അടുത്ത് ഓറഞ്ച് പഴയ ഓറഞ്ചാണ്, ഫ്രിഡ്ജിനകത്തിരുന്നല്ലേ 3-4 ദിവസമായി വാടിപ്പോയതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വർഷ പറയുന്നുണ്ട് ഇത് നല്ല ഫ്രഷ് ഓറഞ്ച് തന്നെ വെച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇത് തിളപ്പിച്ചാറിയ വെള്ളത്തിലാണോ ഉണ്ടാക്കിയെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അല്ല എന്ന് വർഷ മറുപടി പറയുമ്പോഴത്തേക്കും നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ല, അതിനാ ഇതിന്റെ രീതിക്ക് നോക്കണ്ടേ, പക്ഷെ നീ ആ ജ്യൂസ് ഇങ്ങോട്ട് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ബുദ്ധിപരമായ രീതിയിൽ തന്നെ ആ ഒരു ജ്യൂസ് മേടിച്ച് ആ ജ്യൂസ് കളഞ്ഞതിന് ശേഷം പക്ഷേ നീ റൂമിലേക്ക് വെക്കും, നിനക്കുള്ള ജ്യൂസ് അങ്ങോട്ട് ഞാൻ ഉണ്ടായിക്കൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ വർഷ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ശ്രീകാന്താണ് വർഷയുടെ കയ്യിൽ പിടിച്ച് ബലമായി കൊണ്ട് തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്ന നേരം പുരട്ടുന്ന സമയത്ത് ചന്ദ്ര ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് രവിയും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്ര ആണെങ്കിൽ തനിക്ക് കുടിക്കാനുള്ള ചായ ഇതുവരെയും കിട്ടില്ല, രേവതി എന്ന് വിളിക്കുന്ന സമയത്ത് അവർ പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന് രവി മറുപടി പറയുന്നുണ്ട്. ഇവിടെ ഇന്ന് അതിരാവിലെ തന്നെ ഇങ്ങനെ പുറത്തേക്ക് പോകേണ്ട കാര്യം എന്താണ്, രവിയേട്ടനാണ് അവളിങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ കുറ്റപ്പെടുത്തുന്ന രീതിക്ക് തന്നെ ചന്ദ്ര സംസാരിക്കുമ്പോഴത്തേക്കും അമ്മ പറഞ്ഞാലും കാര്യമുണ്ടെന്ന് ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് രേവതി സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. ഇത്ര രാവിലെ നീ എവിടെ പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയോട് ചന്ദ്ര ദേഷ്യപ്പെടുന്ന സമയത്ത് അവരെ കണ്ടിട്ട് മനസ്സിലായില്ലേ ചന്ദ്ര, അവർ അമ്പലത്തിലേക്ക് പോയതാണെന്ന് രവി മറുപടി പറയുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ രേവതി സച്ചിയും ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കിയതിന് ശേഷം ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്ര ആകെ അങ്ങ് തകർന്നുകൊണ്ട് ചന്ദ്രയ്ക്ക് ആ ഒരു നിമിഷം വരെ ഉള്ളായിരുന്ന രേവതിയോട് സച്ചിയോടുള്ള ദേഷ്യങ്ങളെല്ലാം തന്നെ പോകുന്നുണ്ട്. വളരെയധികം സങ്കടത്തോടെ സ്നേഹത്തോടും കൂടി തന്നെ രേവതിയെ സച്ചിയെ നോക്കുന്നുണ്ട്. നിറകണ്ണുകളോടുകൂടി തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, എല്ലാവരും ഇത് മറന്നു എന്ന് വിചാരിച്ച് ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അമ്മയുടെ ബർത്ത്ഡേ ഞങ്ങൾക്ക് മറക്കാനാവും അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഒരു പേടിയോട്, അതായത് നമ്മുടെ ചന്ദ്രയുടെ സ്വഭാവം അറിയാലോ, സച്ചി എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പേടിയോടും അതുപോലെ ഒരു ബഹുമാനത്തോടും കൂടി തന്നെ ചന്ദ്രയുടെ നെറ്റിലേക്കായിട്ട് ചന്ദ്രൻ ചാർത്തി കൊടുക്കാറുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ രവിക്ക് ഭയങ്കര സന്തോഷമാണ്, അതിലുപരി രേവതിക്കും. എന്നാൽ ശ്രുതിയാകട്ടെ താനീ ഒരു കാര്യം മറന്നുപോയല്ലോ എന്നുള്ളൊരു ഇതോടുകൂടി തന്നെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞാനിത് മറന്നുപോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിനക്ക് നിന്റെ പെണ്ണുമ്പിളയുടെ കാര്യമൊക്കെ ഒന്ന് ഓർമ്മയുണ്ടല്ലോ, നിനക്ക് എൻ്റെ കാര്യം മാത്രം ഓർമ്മയില്ല, നീ അവിടെ നിന്ന് പോയേടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. അതിന് ശേഷം രവി പറയുകയാണ്, ഇതിലൊന്നും ഒതുങ്ങാൻ പോകുന്നില്ല, എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ പദ്ധതികൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചന്ദ്ര, ഇതിന് വലിയ സർപ്രൈസ് നിനക്ക് ഇരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. രേവതി സച്ചി ആണെങ്കിലോ ബാക്കി കാര്യങ്ങളൊക്കെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. രവി വേഗം തന്നെ ചന്ദ്രയോട് പറയുന്നുണ്ട്, ഞാൻ എന്ത് കാരണം കൊണ്ടാണ് രേവതിയെ സച്ചിയെ തൻ്റെ ചേർത്ത് നിർത്തുന്നത് എനിക്കിപ്പോൾ മനസ്സിലായോ എന്ന് ചോദിക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ചന്ദ്ര ഒരു സങ്കടത്തോടെയും ഒരു സ്നേഹത്തോടും കൂടി തന്നെ രവിയെ നോക്കുന്നുണ്ട്. അതിനുശേഷം രവി പറയുന്നത്, നിനക്ക് തരാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എല്ലാ വർഷവും പറയുന്ന പോലെ തന്നെ ഈ എൻ്റെ ജീവൻ അവസാനിക്കുന്നവരെ ഞാൻ നിന്നെ ചേർത്ത് നിർത്തുന്നതായിരിക്കും, ഉപേക്ഷിക്കുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് രവി ചന്ദ്രയ്ക്ക് ജന്മദിന ആശംസകൾ നേരുന്നുണ്ട്. ചന്ദ്രയ്ക്ക് ഒരു ഭയങ്കര സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ.
ഇതേ സമയം തന്നെ ശ്രീകാന്ത് നേരെ വർഷയെടുത്ത് ചെന്നതിന് ശേഷം അമ്മയുടെ പിറന്നാളാണ്, നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിന്റെ അമ്മയുടെ പിറന്നാൾ എന്തായാലും നിനക്ക് ഇഷ്ടമുള്ള മേടിച്ചാൽ ഞാൻ എന്തായാലും എതിര് നിൽക്കുകയില്ല എന്ന് വർഷയും പറയുന്നുണ്ട്. വർഷയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ ചന്ദ്രയുടെ പിറന്നാളാണെന്ന് പറയുന്ന സമയത്ത്. ഈ ഒരു സമയം തന്നെയാണ് സച്ചി രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. അവർ വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും പിറന്നാളിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ ഞങ്ങൾ ഇവിടെ അലങ്കരിക്കാമെന്ന് ശ്രീകാന്ത് പറയുമ്പോഴത്തേക്ക് അത് ഞങ്ങൾ എപ്പോഴേ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് സച്ചി പറയുമ്പോഴത്തേക്ക് എന്നാൽ ഫുഡിനുള്ള ഓർഡർ ഞാൻ കൊടുക്കാമെന്ന് വർഷ പറയുകയാണ്. അത് ഞങ്ങൾ കൊടുത്തു എന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങൾക്കിനി എന്താ ഉള്ളതെന്ന് പറയാൻ നിങ്ങൾ ഇനി ഒന്നും നോക്കേണ്ടതില്ല, അമ്മയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഇതെല്ലാം തന്നെ ചന്ദ്ര മാറി നിൽക്കുമ്പോൾ ചന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്ന വാക്കുകൾ അത് ചന്ദ്രയെ വല്ലാതെ തന്നെ വേദനിപ്പിക്കുന്നുണ്ട്. സച്ചി പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, നിങ്ങളെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുന്നുണ്ട്, മാത്രമല്ല നിങ്ങൾക്ക് സ്നേഹപൂർവ്വം തന്നെ ഒരു പേടിയില്ലാതെ തന്നെ നിങ്ങൾക്ക് അമ്മയെ കെട്ടിപ്പിടിക്കുകയും അമ്മയുടെ മടിയിൽ കിടക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങനെ, അമ്മ ഇതുവരെ എന്നെ മോനായിട്ട് അംഗീകരിച്ചിട്ടില്ല, അമ്മയുടെ മടിയിൽ തലചായ്ച്ച് ഉറങ്ങാൻ പോലും അമ്മ സ്വാതന്ത്ര്യം തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അമ്മ എന്തായാലും ഇത് ഉൾക്കൊള്ളുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു കാര്യം അതുകൊണ്ട് തന്നെ എനിക്കായി തന്നെ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും മുൻകൈ എടുത്ത് ചെയ്തോളാമെന്നും പറഞ്ഞിട്ട് സച്ചി ഒരു സങ്കടത്തോടെ തന്നെ പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് വർഷ പറയുന്നത് സച്ചിയേട്ടൻ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ അമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കാലത്ത് എൻ്റെ അമ്മ എൻ്റെ സ്നേഹം മനസ്സിലാക്കുമെന്ന് സച്ചി മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറിന്ന് കേൾക്കുന്ന ചന്ദ്ര ആകെ തകർന്നു പോകുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.